ഹായ് ആൾ, ദിസ് ഇസ് ഡേ 9 ഓഫ് ദുബായ് ട്രിപ്പ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ബുർജ് അൽ അറബിൽ പോവുക, പാം ജുമൈറ ആ ഏരിയ പോവുക, പാമിൻ്റെ വ്യൂവിൽ കയറുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറി ഇനി നേരെ ബുർജ് അൽ അറബിലോട്ട് പോവുക. അതാണ് ഇനിയുള്ള പരിപാടികൾ. المحطة القادمة هي أبراج. The final destination of this train is Burj Khalifa, Dubai Mall. The next station is. മെട്രോയിലിറങ്ങി ഇനി ഈ റോഡ് ക്രോസ് ചെയ്ത്, ഈ പാലം വഴി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അതിനുശേഷം ടാക്സി വിളിക്കണം. ടാക്സി വിളിച്ച് വേണം ബുർജ് അൽ അറബിലോട്ട് പോകാൻ. ബുർജ് അൽ അറബിൽ അകത്ത് കയറണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഒരു കോൾഡ് കോഫി ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞത് അതാണ്. അപ്പോൾ ബട്ട് അത് സംതിങ് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പോയി നോക്കാം. നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങാം. അകമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അകം ഫുള്ള് ടൂറുണ്ട്, അതിന് സെപ്പറേറ്റ് പ്രൈസാണ്. അപ്പോൾ അത് ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ. ബട്ട് ഗോൾഡ് കോഫി കുടിക്കുക, അതിനുശേഷം ജുമൈറ ബീച്ച് ആ ഏരിയയൊക്കെ ഒന്ന് പോവുക. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഷേഖ് സായർ റോഡാണ്, മെയിൻ റോഡാണ്. അത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കണേ. നടക്കാനൊന്നും വയ്യ. ഡെയിലി 10-13 കിലോമീറ്റർ നടക്കണമുണ്ട്. ആപ്പിട്ട് ട്രാക്ക് ചെയ്തപ്പോഴാണ് റിയലൈസ് ചെയ്യണത് ഇത്രയൊക്കെ നടക്കണമുണ്ടെന്ന്. നടന്ന് ഒരു പരുവായി. അങ്ങനെ ടാക്സിയിൽ കയറി ബുർജ് അൽ അറബിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ബുർജ് അൽ അറബ്. നമ്മളിവിടെ ബുർജ് അൽ അറബിൻ്റെ അടുത്തെത്തി. ബുർജ് അൽ അറബ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നൈസാണ് കാണാൻ. അത് കയറിയില്ല, ബട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടാക്സിയിലാണ് വന്നത്. അപ്പോൾ റിസർവേഷൻ ആൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സി നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തുകൊണ്ട് കയറ്റാൻ പറ്റുമായിരുന്നു. ബട്ട് റിസർവേഷൻ എടുക്കാത്തത് കൊണ്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയി നമ്മൾ റിസർവേഷൻ എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. ഇവിടെ റിസർവേഷൻ എടുത്താലേ കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് കൊണ്ടുവന്നതെന്നാണ് ടാക്സി ഡ്രൈവറും പറഞ്ഞത്. ഇതാണ് ആ വാട്ടർ തീം പാർക്ക്. കൊള്ളാമല്ലേ? മരുഭൂമിയുടെ ആ ഒരു വൈബിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു 10,000 രൂപ അടുപ്പിച്ചായി. എൻട്രി ഫീ ഒരു 6,000 രൂപ അടുപ്പിച്ചും. പിന്നെ ഒരു ഗോൾഡൻ കോഫി അവിടെ ഒബ്സർവേഷൻ ഡെക്കിൽ വെച്ച് കുടിക്കാൻ വേണ്ടി അതും ഓർഡർ ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 10 അടുപ്പിച്ചായി. അപ്പോൾ ഒരു ക്യാബിൻ പോലത്തെ സാധനത്തിൽ കൊണ്ടുപോവുകയാണ്. ഗോൾഫ് വണ്ടി പോലത്തെ കണ്ടല്ലേ, ഇങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊരു ID കാർഡൊക്കെ തന്നു. ഈ ID കാർഡ് ലൂസ് ചെയ്യല്ലെന്ന് പറഞ്ഞു. എന്നാൽ അതിനും ഫീസുണ്ട്. ബട്ട് ID കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ. അകത്ത് കയറി. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് വച്ചു. നമ്പർ 60-ൽ സാധനം വച്ചു, ലഗേജും കാര്യങ്ങളും. അവിടെ വെച്ച് ഒരാൾ വന്ന് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ശേഷം നമ്മുടെ ബാഗും കാര്യങ്ങളും അവിടെ ലോക്കറിൽ വെച്ചു. നമ്മളടുത്തൊരു പിന്നെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതുപോലത്തെ മറ്റൊരു വണ്ടിയിൽ കയറ്റി അതിൽ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഇട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ കാഷ്വൽസിൽ ഒന്നും ഭയങ്കര കാഷ്വൽസ് അങ്ങനെ ആ ഒരു ലുക്കിലൊന്നും വരാൻ പാടില്ല കേട്ടോ. അത് അറിയത്തില്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം ചെരുപ്പിട്ടുണ്ടൊന്നും വരാൻ പറ്റത്തില്ല. ചപ്പല് നമുക്ക് ഷൂസ് ഇട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെ വീണ്ടും മെയിൻ റോഡിലെത്തി പൊയ്ക്കൊണ്ടിരിക്കാം. നേരത്തെ കണ്ട ഒരു വാട്ടർ പാർക്ക്
If നല്ല you would like റിസർവേഷൻ to എടുത്ത take ഇടം. some photos, we will be stopping shortly and have a camera set up for the perfect shot. While you wait for your turn, please take in ഇവിടെ നല്ല നൈസ് വ്യൂ ആട്ടോ. Stop here shortly so I can take some photos of you while waiting. Look at our beautiful resort, but please don't cross the bridge for your safety. Please come from that side, everyone. എല്ലാവരുടെടുത്തും ഈ സൈഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നുള്ള ഒരിതാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ റോഡ് ക്രോസ് ചെയ്യരുത് ഫോർ അവർ സേഫ്റ്റി. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് പുറത്ത് ഇവിടെ നിന്നും നമ്മളൊരു ഫോട്ടോ എടുത്തു. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്ത് വൈബെന്ന് കണ്ടോ. ഇത് മാൻമെയ്ഡ് ഐലൻഡാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺബിലീവബിൾ. ഓ മൈ ഗോഡ്. അതുപോലെ ഇവിടെ ഒരു എന്താ ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹെലിപാഡും ഉണ്ട്. അങ്ങനെ എന്തോ പറയണ കേട്ടോ. വെള്ളത്തിൽ പൊങ്ങിയിരിക്കുന്നതോ അതിൻ്റെ മുകളിലോ അതാണെന്ന് തോന്നുന്നു. ഒരു ഹെലിപാഡിനെ പറ്റി പറയണ കേട്ടോ. അതാണോ എന്തോ ഹെലിപാഡ് പറഞ്ഞ. ഇത് എന്തായാലും മാൻമെയ്ഡാണ്. ഈ നിൽക്കുന്ന ബിൽഡിങ് മാൻമെയ്ഡ് ഐലൻഡില്ല. അതുപോലെ യാച്ചറ്റും സ്പീഡ് ബോട്ടും എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ഫോണും നോക്കി നോക്കി വണ്ടി ഓടിക്കുന്നു. സൈഡിൽ മനോഹരമായ ബീച്ചും കണ്ട് നമ്മളും യാത്രക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നു. ഒരു സഫാരി സ്റ്റൈൽ പിടിച്ചതാ, പക്ഷേ പുള്ളിയുടെ അത്ര ആവണില്ല. ഒരുപാടുണ്ടല്ലോ ഓട്ടിച്ച്. ഇതാ ലിഫ്റ്റിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ, ഒരു വളഞ്ഞിട്ടുള്ളൊരു ഷേപ്പാണ്. We say this is the 25th floor, but technically it is the 50th floor because every suite in Burj Al Arab spans over 2. നമ്മളിതിപ്പോൾ 25ാമത്തെ നിലയാണ്. 25ാമത്തെ നിലയാണെങ്കിലും ടെക്നിക്കലി ഇത് 50ാമത്തെ നിലയെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. കാരണം ഓരോ നിലയും ആക്ച്വലി 2 നിലയുടെ സൈസുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ലക്ഷറിയുടെ അങ്ങേയറ്റം കേട്ടോ. മുകളിൽ കയറുന്നത് വരെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ടോട്ടലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ബട്ട് You can look down from here. ഭൂമി കോഡ് ഇവിടുന്ന് താഴെ കാണാൻ പറ്റും. ആ ഭാഗങ്ങൾ ആ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. അവിടുത്തെ ലക്ഷറി എന്ന് പറഞ്ഞാൽ മാതിരി ഇതാണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് താഴെ നോക്കാൻ പറ്റും. താഴെ നിന്ന് നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ ആ ഭാഗം കാണാൻ പറ്റുമായിരുന്നു. അതായത് ഈ ഭാഗമൊക്കെ താഴെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. The other guide will take you to the royal suite. So welcome to the experience suite. ഇവിടെയാണ് എക്സ്പീരിയൻസ് ഹാളെന്ന് എന്തോ പറഞ്ഞത്. ഈ ഏരിയ നോക്കിയേ. ഓ മൈ ഗോഡ്. You're on this self-guided. The first will go up to the stairs to the right. Then after that you can go to the left. After you are done, you can come down and go to this iconic moments room. And lastly, you can go to this catalyst room where the guide will take you to your royal suite. Okay. Please come up. Where's Grandpa? Grandpa. മൈ ഗാഡ്, റിച്ച്നെസ് ഇവിടെ മണക്കാൻ പറ്റും. അമ്മാതിരി സ്ഥലമാണ്. Enjoy. ഇവിടെ നോക്കി ഈ ഐലൻഡും എല്ലാം കാണാൻ പറ്റും. ഓ മൈ ഗോഡ്.
ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 1994 തുടങ്ങിയ പണി 5 വർഷം കൊണ്ട് തീർന്നു. അതുപോലെ തന്നെ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദിൻ്റെ അൽ മക്തൂം വിഷനാണ് ഇവിടെ ഈ സംഭവം എല്ലാം ബിൽഡായതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ദുബായിക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തുകൂടാ എന്നൊരു വിഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത്. Well, so now we can explore the room. If you have any question, now you can just feel free to ask me. Thank you very much. Inspiration. What is this? Inspiration. Okay. This is the inspiration. Inspiration. Okay. അപ്പോൾ ഇതിൽ ബോട്ടും ഷിപ്സൊക്കെ പറഞ്ഞ ആ ഒരു സെയിലിൻ്റെ ഇത് കണ്ട് ഇൻസ്പിറേഷൻ വന്നാണ് ആ ഒരു ഷേപ്പിൽ ഇത് ബിൽഡ് ചെയ്തത്. ഇതിൻ്റെ പിറകിലുള്ള ആർക്കിടെക്ചറൽ വർക്ക്സ് എല്ലാം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. 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 അതുപോലെ തന്നെ സെയിലുള്ള പോലെ തന്നെ അവിടെ ഒരു സ്കൈ വ്യൂവും ഇപ്പുറത്തെ ഒരു ഹെലിപാഡും ഉണ്ട്. ഐലൻഡ്. ഓക്കെ. This is how they build island. Okay. This column goes 120 meters. Okay. 120 meters down. Okay. 3 floors in the basement and then 27 in the 27 floors. They are all duplex. Okay. Every floor is a double. Okay. So this is 1 floor. That's recognized as 1 floor. ഓക്കെ. 27 ഫ്ലോർ ഉണ്ട്. പക്ഷേ ഇതിൽ 50 എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 2 നിലയാണ് അതിലൊരു ഒന്നായിട്ട് കൂട്ടണത്. അതാണ് അവർ അങ്ങനെ പറയണത്. എൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളും ആയത്. ഓക്കെ. ഇതാണ് ഇതിൽ വർക്ക് ചെയ്ത ആർക്കിടെക്റ്റ് ടോം റൈറ്റ് പുള്ളിക്കാരൻ. ഇതാണ് പുള്ളിക്ക് വന്ന ഇൻസ്പിറേഷൻ. അതായത് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിന് വന്ന ഇൻസ്പിറേഷൻ ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പോസിബിളാക്കിയ ആർക്കിടെക്ട്സും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഡിസൈൻ വർക്ക്സും കാര്യങ്ങളുമാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ കാണിക്കുന്ന ആ ഒരു ലേഡിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് എല്ലാം ചെയ്തത്. ഇൻറ്റീരിയർ ഡിസൈനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ഒരു ലേഡിയാണ്. ഇത്ര ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡിൽ ആകെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടലേ ഉള്ളൂ, അതിതാണ്. These are the material used, right? So the material used in the designs. Mostly this one represents the element of fire. That's mostly what you're going to see in the royal suite. Okay. And the other one on the other side represents the element of water. Okay. And other elements. You can see the diagram. Okay, got it. This is recognized as element of fire, right? Okay. ഇത് എലമെൻറ്റ് ഓഫ് ഫയർ പോലെയാണ്. നമ്മൾ താഴെ ഒരു വീഡിയോ എടുക്കാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലും കുറച്ച് ഭാഗം കുറച്ച് മെറ്റീരിയൽ കാണിച്ചായിരുന്നു. മാറ്റ് തന്നെ റെഡ്, നമ്മൾ ഈ ബേസിക്കലി ലോകത്തിൻ്റെ പാർട്ടിക്കിൾ എന്താണെന്ന് പറയത്തില്ല, അതുപോലെ തീ, വെള്ളം, അതുപോലെ എയർ എന്ന് പറയത്തില്ല, അതുപോലെ ഇത് തീനെ റെക്കഗ്നൈസ് ചെയ്യണതാണ്. അതുപോലെ തന്നെ അവർ വെള്ളത്തിനെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഇത് വച്ചിരിക്കുന്നത്. അതുപോലെ ആ ഒരു രീതിയാണ് ഇൻസ്പിറേഷൻ എടുത്തതാണ്. മണ്ണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വെള്ളം, എയർ, തീ, അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഓരോ ഡിസൈൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ 21,000 എന്തോ ക്രിസ്റ്റൽ പാർട്ടിക്കിൾ താഴത്തെ മെസനെയും നമ്മൾ മൊസാക്ക് ചെയ്യണമെന്നൊക്കെ പറയത്തില്ല പണ്ടൊക്കെ, അതുപോലെ ഇവിടെ നല്ല ലക്ഷറി സാധനം. നമ്മൾ പണ്ടത്തെ മൊസാക്കല്ല, ഭയങ്കര ലക്ഷറി സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നല്ല സെറ്റായിട്ട് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. നന്ന് വരച്ചെടുത്ത ആർട്ട് ഫോംസാണ്. ഇതെങ്ങനെ വരണമെന്ന് പുള്ളിക്കാരി വരച്ചെടുത്ത ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. അതുപോലെ ഇതിൽ ഇൻസ്പിറേഷൻ വന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
വിസിറ്റേഴ്സും ലോകവും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന പുള്ളിയുടെ ഒരു വിഷൻ മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂമിൻ്റെ. അതനുസരിച്ചാണ് ഇതിൽ ജോയിൻ ചെയ്ത ഓരോ വർക്കേഴ്സും ചെയ്തത്. 3500 പീപ്പിൾ എവറി ഡേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു 5 വർഷത്തേക്ക്. ഓ മൈ ഗോഡ്, അതുകൊണ്ടാണ് തീർന്നത്. നല്ല കഴിവുള്ളവരെ വച്ച് അവർ പണി തീർപ്പിച്ചു. എൻട്രൻസ് ടർസ്, ടെൻഷനിങ് ബീം, സപ്പോർട്ട് ലെവൽ അതെല്ലാം എൻ്റെ എന്തൊക്കെ ഫാബ്രിക് വാൾ ഓഫ് ഫാക്ടറി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുക. കുറച്ചും കൂടെ സിവിൽ അറിയാവുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കും. എനിക്കിതൊന്നും മനസ്സിലാവില്ല. അതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 250 ഡിസൈനേഴ്സും 3000 കമ്പനിയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടി. അതുപോലെ അവിടെ ഇതിട്ടിട്ടുണ്ട് ഇരിക്കാനൊരു സംഭവം. പെട്ടത് ഇരിക്കാനല്ല, അതെന്തോ ഇത് സിംബോളൈസ് ചെയ്യണതാണ്. 70,000 ക്യൂബിക് മീറ്റർ ഓഫ് കോൺക്രീറ്റ്, 9,000 ടൺ സ്റ്റീല് യൂസ് ചെയ്തു ഇതുണ്ടാക്കാൻ വേണ്ടി. Sky View Bar and Restaurant is 200 meters above the sea level and extended 27 meters from the core of each side. The longest diagonal truss is 85 meters long and weight 165 tons. ഇവിടെ നോക്കി അതിൻ്റെ വ്യൂ പെർഫെക്റ്റ്ലി കാണാം കേട്ടോ. ഓ മൈ ഗോഡ്, അടിപൊളി സ്ഥലം. ഫാഷൻ അട്ടർലറിയർ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇവിടെ എവരി യൂണിഫോം മേഡ് ടു ബി മെഷർ. ഇവിടെ എന്തൊക്കെ ഉണ്ട് സംഭവം. മെയ്ഡ് ഫിനിഷ് ഫോർ പെർഫെക്റ്റ് ഫിറ്റ്. ഓ മൈ ഗോഡ്, ഇവിടെ നല്ലൊരു ഒബ്സർവേഷൻ ഉണ്ട് കേട്ടോ. ഒബ്സർവേഷൻ ഡെക്ക് നല്ല വ്യൂ ഉണ്ട്, അടിപൊളി. 50ാമത്തെ നില എന്താണ് നമ്മൾ യൂഷ്വലി പറയുകയാണെങ്കിൽ, പക്ഷേ ഇവരുടെ കണക്കിൽ 27ാമത്തെ നില എന്താണ്. അതുപോലെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെയും കുറച്ചൊക്കെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പുലിയുടെ തോല് പോലെയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ മൊത്തം അൾട്രാ ലക്ഷറി ആളാണ് കേട്ടോ. ദ ഡൈനിങ് എക്സ്പീരിയൻസ്, അപ്പോൾ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. ഡൈനിങ് അറ്റ് ബുർജ് അൽ അറബ്. എന്തോ ഒരു ടെക്നോളജി വെച്ച് ഇതിലിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ സ്ക്രീനാട്ടോ, അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം മെനുവിൽ ഫുഡ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അമ്യൂസ് ബൗച്ച് കൊടുത്തു. ഓ, ഇതിൽ ചാടി ഇതിലോട്ടോ. നോ മൈ ഗാഡ്, നോക്ക് എന്ത് അടിപൊളിയാണ്. ഓരോന്ന് വന്നിരിക്കണുണ്ടോ ഓപ്ഷൻസ്. ഓ, പൊളി സാധനം. ഡിഷസ് ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റിയതില്. അതിൽ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇതുണ്ടല്ലേ, ഓ മൈ ഗോഡ്. ഫുഡ് വന്ന് ഇരിക്കുക ഇതില്. ഫുഡല്ല, വീഡിയോയാ ഇത്. നമുക്ക് നോക്കാം, നോക്കി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. ഇതിൽ എന്തൊക്കെ ചേർക്കണുണ്ട് അതുവരെ പറയണുണ്ട്. അങ്ങനെ എന്തൊക്കെ കുറേ പരിപാടികളുണ്ട്. അതിനുശേഷം ദ കിങ് ക്രാബ്. ഈ ക്രാബ് എവിടെ നിന്ന് കൊണ്ടുവരണേന്ന് വരെ കാണിക്കുന്നു. എന്തൊക്കെ ചേർക്കുന്നുണ്ട് അതുവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ അടിപൊളി.
നൈസാട്ടോ. ഇങ്ങനെ ഒരുപാട് ഇത് ഇരിപ്പുണ്ട്. അതിന് പുറത്ത് ഇവിടെ എന്തൊക്കെ ആനിമേഷൻ കാണിക്കുന്നുണ്ട്. ഹണി ഡെസേർട്ടും കൂടെ നോക്കാം. ഇവിടെ എന്തൊക്കെയോ പറന്ന് വരണുണ്ട്. ഹണി ബി ആണെന്ന് തോന്നുന്നു. പ്രൊജക്ടറാ, നാരങ്ങ. ഓ മൈ ഗോഡ്, പൊളി തന്നെ കേട്ടോ. ഇതുപോലെ ഒന്ന് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണം. എന്നിട്ട് ഫുഡും സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അയ്യോ പൊളി തന്നെ കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ വെറും പൊളി. അമ്മാതിരി സീന് സാധനം. ഈ തൂണൊക്കെ കണ്ടില്ലേ? ഓ മൈ ഗോഡ്. അതുപോലെ ഇപ്പുറത്ത് എന്തൊക്കെയുണ്ട്. 3500 ലൈവ് 3500 ഫിഷ് ലീവ് ഇൻ ബുർജ് അൽ അറബ്. All fish are fed by hand. The fish and turtle hospital in the basement of the Burj Al Arab. 2000 turtles in rehabilitated and released by 2020. Sanctuaries care for around 225 rescued turtle every year. 300 different type of tropical fish. 30. Okay. Al Mahra aquarium hold 3 ലക്ഷം ലിറ്റർ ഓഫ് വാട്ടർ. ഓ മൈ ഗോഡ്. ഇവിടെ ഒരുപാട് ഫിഷിനെയും ടർട്ടിൽസിനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇത് വീഡിയോ റെപ്രസെൻറ്റേഷൻ ആണ്. ബട്ട് താഴെ ഒരാൾ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരുപാട് സ്പീഷീസ് ഓഫ് ഇതിനെ വളർത്തണമെന്നുണ്ടെന്നും എല്ലാത്തിനെയും ഹാൻഡ് ഫീഡ് ചെയ്യണതാണെന്നും ഒരുപാട് ടർട്ടിൽസിനെയൊക്കെ റീഹാബിറ്റലൈസേഷൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നു, അതിനെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ 1-2 ഫോട്ടോസ് എടുത്തു. അതുപോലെ ഇവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഐക്കോണിക് മൊമെൻറ്റ്സ്, അൾട്ടിമേറ്റ് ഡെലിവറബിൾസ്. റെഡ് ബുള്ളിൻ്റെ 2 ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ടല്ലോ. ലൂക്ക് ക്രിസ്റ്റിലയും ഡേവിഡ് കോൾപോൾ. 2013 ഐക്കോണിക് ഇവൻറ്റ്സ്. ടച്ച് ടു ബിഗിൻ. ഓ, റേസിംഗ് ഹെൽമെറ്റ്. അതെന്താ സംഭവം? റേസിംഗ് ഹെൽമെറ്റ് ഇതെന്താ പരിപാടി? ഓ, ഇതിൻ്റെ മുകളിൽ വെച്ച്, ആ ഹെലിപാഡിൽ വെച്ച്. ഓ, ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയേ. ഇവിടെ വെച്ച് നടന്ന ഇവൻ്റാണ് കേട്ടോ. ഇവിടെ വെച്ച് നടന്ന ഇവൻ്റ്. അതുപോലെ ദ ആർട്ട് മീസ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ്. ഓ, അതും ഈ ഒരു ഹെലിപാഡിൽ വെച്ച് നടന്നതാണ്. അതുപോലെ റെഡ് ബുള്ളിൻ്റെ വേറൊരു ഇവൻ്റ്. ഓ, അവിടെ കൊണ്ടുവന്ന് ഈ വണ്ടി നിർത്തി കേട്ടോ. അതിൻ്റെ വീഡിയോസാണ്. അത് ചെയ്ത ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് ആണെന്ന് തോന്നുന്നു ആയിരിക്കുന്നത്. ഇതടുത്ത് ക്യാമറ ഗോപ്രോ. ഇവിടെ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ ചാടി കേട്ടോ. റെഡ് ബുള്ളിലെ ആൾക്കാരല്ലെങ്കിൽ കുറച്ച് സീനാണ്. അടുത്ത് ബോക്സിങ് ഗ്ലൗസ്. ഇതിൻ്റെ അകത്ത് വെച്ച് ബോക്സിങ് നടത്തിയോ? പൊളിയല്ലേ. അടുത്ത് യോഗ. ഇവിടെ വെച്ച് യോഗ ക്ലാസ് നടത്തി. പക്ഷേ ഈ വെയിലത്തൊക്കെ എങ്ങനെ ഇരുന്ന് ഒരു യോഗ അറ്റൻഡ് ചെയ്തു? അവിടുത്തെ വെയിൽ കണ്ടില്ലേ? മെഡൽ. ഓ, ഇതും നടത്തി. ടേബിൾ ടെന്നീസ്, DJ സെറ്റ്. ഇതൊക്കെ എൻ്റെ വണ്ടിയിൽ വെച്ച് നടത്തിയ ഇവൻസാണ്. ഇത് കൊള്ളാം കേട്ടോ. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റേസിങ്ങും റെഡ് ബുള്ളിൻ്റെതുമാണ്. അതുപോലെ ഗോൾഫ് ക്ലബ്. എൻ്റെ മുകളിൽ വെച്ച് ഗോൾഫ് നടത്തിയ അടിപൊളി. ബോളെല്ലാം എവിടെയും മറന്നു പോയാൽ എന്ത് ചെയ്യും? വേറെ ബോൾ എടുക്കും.
അടുത്ത ടെന്നീസ് ഈ പ്ലേസ് വെച്ച് നടത്തിയത്. എത്ര ബോൾ തറയെ പോക്കിയാണോ അല്ലേ? പിന്നെ കില്ലാടികളായിരിക്കും കളിക്കാനും വരണത്, അതുകൊണ്ട് ബോളൊന്നും അങ്ങനെ വെറുതെ പോകത്തില്ല. അങ്ങനെ ഓരോ ഇവൻറ്റ്സ് നടത്തിയതിൻ്റെ ഓരോ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നത്. അത് തന്നെയാണ്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഓരോന്നിനു വേണ്ടി ഉണ്ടാക്കിയത്. 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഐപാഡ് വിർച്വലി കൺസീവ്ഡ് അവൈലബിൾ ഇൻ ആർ സ്യൂട്ട്സ്. എല്ലാ സ്യൂട്ട് റൂമിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അതുപോലെ സ്യൂട്ട് റൂമുകളിലുള്ള സാധനങ്ങളാണ്. ഇതെന്താണ്? ക്രിസ്റ്റൽ ഒള്ളി 210 ക്രിയേറ്റ് ചെയ്തോളൂ ഈ ലോകത്ത് തന്നെ. ബ്രുജൽ അറബിന് വേണ്ടി ഉണ്ടാക്കിയത്. അത് മാർഷലിൻ്റെ സ്പീക്കർ. പിന്നെ ഒരുപാട് ലക്ഷറി സാധനങ്ങളാട്ടോ. എനിക്ക് കോടികളായിരിക്കും വില. അത് ഓരോന്നിനും ഓരോ ചരിത്രങ്ങളും ഉണ്ട്, അതുകൊണ്ട് കോടികളായിരിക്കും. ഇത് വെറും ഒരു ടയറാണെന്ന് വിചാരിക്കും, ബട്ട് കണ്ടില്ലേ എന്തൊക്കെയോ. ഫോർമർ റെഡ് ബുൾ എയർ റേസ് ചലഞ്ചർ വേൾഡ് ചാമ്പ്യൻ ലാൻഡഡ് 400 കിലോഗ്രാം. അത് തന്നെ ബുർജുൽ അറബിൻ്റെ ഹെലിപാഡിൽ ഇറക്കിയ ആ ഒരു വണ്ടിയുടെ 400 കിലോ ഉള്ള എയർക്രാഫ്റ്റിൻ്റെ ഇതാണ് ടയറാണ്. അപ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. സ്കൈ ബോർഡ്, മറ്റേ ഇത് സർഫ് ബോർഡ്, അപ്പോൾ അതിനും കാണാം അതിൻ്റെതായ കുറേ വാല്യൂ. ഇത് മറ്റേ ടെന്നീസ് ഇവൻറ്റ് നടത്തിയപ്പം യൂസ് ചെയ്തതായിരിക്കാം. ഇത് ഫോർമുല 1 വണ്ടി ഇങ്ങനെ ഇത് ചെയ്തില്ലേ, ടെസ്റ്റ് ചെയ്തില്ലേ പിന്നെ മണ്ടയിൽ വെച്ച് ഹെലിപാഡിൽ, അപ്പോഴും യൂസ് ചെയ്ത ഹെൽമെറ്റാണ്. അതുപോലെ ബോക്സിങ് ഇവൻറ്റ് നടത്തിയപ്പോൾ. പിന്നെ ഇതെന്തോ മെഡൽസാണ്, അന്ന് കിട്ടിയ മെഡൽസൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വീഡിയോ എടുക്കണ സ്ഥലമാണെന്ന് തോന്നണം കേട്ടോ. അൾട്ടിമേറ്റ് ഡെലിവറി. വെൽക്കം ടു ദ സോഷ്യൽ സ്പിൻ. ഇത് മറ്റേ ബുർജുൽ അറബിൻ്റെ മറ്റേ വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് വരും. നമ്മളവിടെ നിന്നാൽ മതി, നടുക്ക് നിന്നാൽ മതി, ആ സാധനം കറങ്ങും. ഇത് മറ്റേ DJ നടത്തിയതിൻ്റെ പുള്ളി യൂസ് ചെയ്ത കോട്ടും അന്ന് യൂസ് ചെയ്ത മെഷീൻസാണ്. വലിയ അഡ്വാൻസ് സാധനമൊന്നും അല്ല, ബട്ട് സാധനം കൊള്ളാം. പക്ഷെ ഇപ്പം ഇതിലും അഡ്വാൻസ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണേ. ആർട്ടെമിസ്, യുനെസ്കോ. ഇതിലിരിക്കണ ഓരോ ഡ്രോയിങ്ങിന് കോടികൾ വില കാണും. അല്ല വെറുതെ എന്തെങ്കിലും പടങ്ങളെടുത്ത് വെക്കത്തില്ലല്ലോ. ആ താജ്മഹാലല്ലേ? താജ്മഹാലൊക്കെ ഇവിടെ വന്നല്ലോ. താജ്മഹൽ ഇതിൻ്റെ അടുത്തൊക്കെ നിൽപ്പുണ്ട്. താജ്മഹൽ സീനാപ്പം. നമ്മൾ ഇന്ത്യക്കാരല്ലേ പണ്ടേ പോലെയോ. ഇതിലെന്തോ ചെറിയ ഇത് മറ്റേ ആർട്ട് മീസ്. ഓക്കെ ഇത് മനസ്സിലായി. ഇവിടെ ഒരു ആർട്ട് മീസ് ഇവൻ്റ് നടത്തിയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴവിടെ വെച്ചിരുന്ന ആർട്ടുകളാണിത്. സംഭവം പിടികിട്ടി. ഇതാണ് സംഭവം. ഇവിടെ കാറ്റലിസ്റ്റ് എന്ന് എന്തോ എഴുതിയിട്ടുണ്ട്. ഒള്ളി ദ ബിഗിനിങ്. ഒബ്സർവേഷൻ ലോഞ്ച് ആണെന്ന് തോന്നുന്നത്. സോഫ്റ്റ് ബെവറേജ്, ഗോൾഡൻ കാപ്പച്ചിനോ, ഗ്ലാസ് ഓഫ് ഷാമ്പൈൻ. ഇതാണ് ഒബ്സർവേഷൻ ഡെസ്ക് എന്ന് തോന്നുന്നു. ഇവിടെ ഓരോന്നും വെച്ചിട്ടുണ്ട്. ബുർജുൽ അറബിൻ്റെ ഒരു ചെറിയ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് ടാബ് ഇരിപ്പുണ്ട്, ഐപാഡ്. എന്തിനാ ഇത് വെച്ചിരിക്കണേ? വർക്കിംഗ് അല്ലേ? ആണല്ലോ. ടിൽറ്റ് ദ ഫ്ലോർ ടു. ഓക്കെ, ഇത് നമ്മളടുത്ത് ടിൽറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ നൈസ്. നമുക്ക് ഈ താഴെയുള്ള ഇതിനെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഇവിടെ അല്ലാതെ നോക്കുമ്പോൾ ഹെലിപാഡും കാര്യങ്ങളും കാണാം. ഇതിന് ചുറ്റുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഈ ഓരോ ടെസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ ബാക്ക് കൊടുക്കാം.
അതുകൊണ്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടില്ലേ, ഫ്യൂച്ചർ പ്രൊജക്റ്റുകളും കാര്യങ്ങളാണ്. മർസ അൽ അറബ് ജുമേറ, ബാക്ക് കൊടുക്കാം, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഇതൊക്കെ ഇപ്പോൾ ആക്ച്വലി വന്നു. അപ്പോൾ ഓരോ പ്രൊജക്ട്സിൻ്റെ ഓരോ ഡീറ്റെയിൽസ് അതിൽ കാണിക്കണേ. ഓക്കെ, ഇതിന് ചുറ്റുമുള്ള പല പ്രൊജക്റ്റാണ് കേട്ടോ. ഹെലിപാഡും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം. ഓ, വേറെയും കാണാം. ഐൻ ദുബായ്. അവിടെയാണ് ഈ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഇതൊക്കെ ഉള്ളത്, ഈ ബീച്ച് ഏരിയയിൽ. അതുപോലെ പാം ജുമേറ ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ, ആപ്പിളിൻ്റെ ആണോ? ഐപാഡ് പ്രോയാ, കൊള്ളാം. അതുപോലെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. ബുർജ് അൽ അറബ് ഫോട്ടോ സ്റ്റുഡിയോ, ഒരു ഫോട്ടോ സ്റ്റുഡിയോയാ. ഗോൾഡൻ കോഫിയുടെ ആ ഒരു റെസിപ്റ്റ് അവിടെ കൊടുത്തതും ഇവിടെ കയറി. ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഡേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്രിങ്ക് ഉണ്ട്, കോഫി ഉണ്ട്, നോർമൽ കോഫി കുറച്ചുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ വെയിറ്റ് ചെയ്യാം. റെഡി ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ ഡെസ്കിൽ ഏതെങ്കിലും ഒരു ടേബിളിലിരിക്കാം. അടിപൊളി ഡേറ്റ്സ് കഴിക്കാനാണോ അവിടെ അത് ഈ ബുർജ് അൽ അറബിൽ കയറിയെന്ന് ആരും ചോദിക്കല്ലേ. കുരുവില്ലാത്ത ഡേറ്റ്സ്. നൈസ് വൺ. ബുർജ് അൽ അറബ് എന്ന് എഴുതിയിട്ടുള്ളൊരു കപ്പ്. എന്ത് കോഫി ഇത്? ഇതൊക്കെ മസാല ഇട്ട് വെച്ചിരിക്കണം. പഞ്ചാരയില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളൊരു മസാല ടീ, അതിനൊരു വാട്ട്സ് ദ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദിസ്? The ingredients is saffron, Okay. cardamom, Okay. and half roasted coffee. Okay. What's the Jaffram? Jaffran. Jaffran. Okay. Jaffran is like it's red leaf. Okay. Its spread is plain Oh, okay. and also taste is Okay. അതിൽ യൂസിരിക്കുന്ന ജാഫ്രം, കാർഡമം, പിന്നെ വേറെന്തോ പറഞ്ഞു. കാർഡമം മനസ്സിലായി ഉണ്ടെന്ന്. ജാഫ്രം എന്താണെന്തോ എന്തോ ഒരു ലീഫാണ്. ഭയങ്കര സ്മെല്ല് പരത്തൻ എന്തോ ഒരു ലീഫാണെന്ന്. സാധനം കൊള്ളാം. കോംപ്ലിമെൻ്ററി ഡ്രിങ്കും എല്ലാം കുടിച്ച് തീർന്നപ്പോൾ ഇപ്പുറത്ത് ഒരു ഡെസ്കിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ വ്യൂ ഫുള്ള് കാണാം, അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ഇരുന്ന് അടുത്ത് കോഫി കുടിക്കലാണ് അടുത്ത പരിപാടി. കൊള്ളാം, നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. 24 carats, real edible gold. UMA, it's our bar name. Okay. Inside this French pastry called Kelly's vanilla custard flavor. Contains egg. Egg, it's okay for you? Yeah. Okay. And your coffee without sugar. If you need some sugar, Yeah, sure. you can add sugar. Okay. You need a picture? Yeah, sure. Yes. അങ്ങനെ ബുർജ് അൽ അറബിൽ വന്ന് 24 ക്യാരറ്റ് ഗോൾഡൻ കോഫി കുടിക്കാൻ പോവാം. അങ്ങനെ ഗോൾഡൻ കോഫി കുടിക്കാൻ പോവുകയാണ്. ഗോൾഡൻ കോഫിയിൽ ഗോൾഡ് കണ്ടില്ലേ? ഈ ഗോൾഡ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ന്യൂട്രൽ. കുറച്ച് ഷുഗർ ഇടാം. പഞ്ചാരയൊക്കെ ഇട്ടു, ഇളക്കിയെടുത്തു. ഇപ്പോഴാണത് ഒരു ഗോൾഡൻ കോഫി ആയത്. നേരത്തെ അവരുടെ ബ്രാൻഡഡ് കോഫി ആയിരുന്നു. സ്പൂണും ഗോൾഡാണോ എന്തോ. ഇതിൻ്റെ മുകളിലും കുറച്ച് ഗോൾഡ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. നമ്മുടെ ഒരു നോർമൽ കോഫി അല്ല, പക്ഷേ കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്നേ ഉള്ളൂ.
പിന്നെ 24 ക്യാരറ്റ് ഗോൾഡും ഉണ്ട്. അതിന് ടേസ്റ്റ് ഇല്ല കേട്ടോ, അതൊരു ന്യൂട്രൽ ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നൈസ് കാണാം, ചുണ്ടൊക്കെ ഗോൾഡായി. എൻ്റെ സൈഡിലൊക്കെ ഗോൾഡിൻ്റെ പൊടി ഇരിപ്പുണ്ട് കേട്ടോ, അതാണ് ഇതാവണം. ഇത് ജസ്റ്റ് ക്യാപ്പച്ചിനോ ഉണ്ടാക്കുന്നു, അതിൻ്റെ മുകളിൽ ഗോൾഡിൻ്റെ പൗഡർ ഇടുന്നു, അങ്ങനെ എന്തോ ആണ്. കൊള്ളാം, നൈസ് കാണാം, നൈസ് കോഫി. എൻ്റെ ഒരു കൂടെ ഒരു ചോക്ലേറ്റ് എന്തോ വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അതിലും ഗോൾഡിൻ്റെ ഒരു ടച്ചുണ്ട്, കയ്യിലൊക്കെ ഗോൾഡായി. ഇത് ബിസ്ക്കറ്റ് പോലത്തെ സാധനമാണ് കേട്ടോ, ചോക്ലേറ്റ് അല്ല, അകത്ത് എന്തോ ഉണ്ട്. എന്താണെന്തോ കൊള്ളാം, എല്ലാം കൊള്ളാം. എന്താ പറയല്ലേ, ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ കയറണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചായിരുന്നു. നല്ല പൈസ മുടക്കിയാണ് ഇവിടെ വന്നത്, അപ്പോൾ കുറച്ചും കൂടെ പൈസ മുടക്കി ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വേൾഡിലൊന്നല്ലേ ഉള്ളൂ, കയറിയേക്കാം എന്നെ വിചാരിച്ച് കയറിയതാണ്. നല്ല എക്സ്പീരിയൻസ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല എക്സ്പീരിയൻസാണ്. വേൾഡിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതാണ്. നമ്മളൊക്കെ ഒന്നുമല്ല എന്നൊരു ഇത് മൈൻഡിൽ വരും, ഒരു മൈൻഡ് സെറ്റേ അങ്ങ് മാറും. ഈ വ്യൂ നോക്കി എന്ത് അടിപൊളിയാണെന്നാ. ഇവിടുത്തെ വാഷ്റൂമാണ്, വാഷ്റൂമിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഒരു ആർട്ട് വർക്ക്. എൻ്റെ പൊന്നി, ഇതെന്തോന്നു, വാഷ്റൂം എവിടത്തെ? കയ്യിലൊക്കെ മൊത്തം ഗോൾഡാണ്, ഗോൾഡിൻ്റെ പൊടി. കൈ തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ കൈ തുടച്ച് കഴിഞ്ഞതും ടിഷ്യൂ പേപ്പർ മൊത്തം ഗോൾഡ് പൊടി. ഇപ്പം കയ്യിലും പൊടി, അതും കഴിവാല ഇപ്പോൾ വന്നേ. കോഫി കുടിച്ച് കൈ കഴുകി വാഷ്റൂമിലൊക്കെ പോയി തിരിച്ചിവിടെ എത്തി. ഇവിടെ ഒരു 5 മിനിറ്റും കൂടി ഇരിക്കാൻ പറഞ്ഞു, എന്തിനാണെന്ന് അറിയത്തില്ല. ഇവിടെ ലോഞ്ചിലിരിക്കാനും ഉണ്ട് നല്ല സുഖം. അടുത്തിപ്പോൾ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുക. ഇവിടെയും ഉണ്ട് ഒരു ബുർജ്. എന്താ ക്രിസ്റ്റൽ മോഡലാണ് കേട്ടോ. 2000 ഡോറിന്റെ ഫ്രണ്ടിലെത്തി. We are about to enter one of the exclusive part of Burj Al Arab and the most expensive one. This royal suite, it will cost you $54,000 per night. And here, most of the celebrities, heads of state, they chosen to stay here before. So let's see. ഇത് റോയൽ സ്യൂട്ടാണ്. 54,000 ദിർഹം സംതിങ് ആവും ഇവിടെ ഒന്ന് താമസിക്കാൻ തന്നെ, 1 night. Welcome to the Rise with the Jewel and the Crown of Burj Al Arab. Please come in. My name is Audrey and I'm being expecting you. How's the experience? It's good? Yes. Once again, welcome to the Rise. ഇത് നല്ല ലക്ഷറി സ്ഥലം കേട്ടോ. ഇവിടെ കാണുന്നതെല്ലാം 24 ക്യാരറ്റ് ഗോൾഡിൽ ചെയ്തതാണ്. ഇത് സോഫ ലോഞ്ചാണ്. ഇവിടെ ഒന്നിൽ ഇരിക്കില്ലെന്ന് പറഞ്ഞ കേട്ടോ, എല്ലാം ആൻറ്റിക്കാണ്, ആൻറ്റിക് സാധനമാണെന്നാണ് പറഞ്ഞത്. So our interior designer Quan Shu said the fire is the brightest and strongest
stronger color off. For this reason, you will see more red, orange, and yellow color. And this powder will change the color depending on the sunlight. And you will, this living room is full of antique and artwork from all over the world. You will see this Japanese crane is over 200 years old. And this is our customized 24 karat gold television. It's 55 inch and 55 kg. ഇത് LGയുടെ 24 ക്യാരറ്റ് ഗോൾഡാക്കിയ ടി വി ആണ് കേട്ടോ. ഇത് ടി വി കാണുന്ന പ്ലേസാണ്. ഇവിടെ എന്ത് ലക്ഷറിയാണെന്ന് നോക്കിയേ. ഇവിടെ ഈ സോഫയിലൊന്നും ഇരിക്കരുതെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ലക്ഷറി എന്നുള്ള ഇതല്ല, ആൻറ്റിക് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം 24 ക്യാരറ്റ് ഗോൾഡാണ്. അതുപോലെ എല്ലാ റൂമിലും ഇവർ ഒരു ഫയർ, അതുപോലെ ഇവരുടെ റൂമിലും തീ, വെള്ളം, എയർ, മണ്ണ് ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇവിടെ മോസ്റ്റ്ലി ആ ഒരു റെഡ്, ആ ഒരു ഫയറിൻ്റെ ഇതാണ് കൂടുതൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ മൊത്തം ഗോൾഡ് പ്ലേറ്റഡ് ഇതാണ്, 24 ക്യാരറ്റ് ഗോൾഡിലുള്ളതാണ്. ഈ ഒരു റൂമിൽ കാണുന്ന ഈ ഗോൾഡിലുള്ള എല്ലാം പെയിൻ്റ് അല്ല, 24 ക്യാരറ്റ് ഒറിജിനൽ ഗോൾഡാണ്. അതുപോലെ തന്നെ കാണുന്ന എല്ലാം ആൻറ്റിക് പീസസ് ആണ്. ഈ കാണുന്ന ഫ്ലെമിംഗോയുടെ ഈ ആർട്ട് വർക്ക് 200 ഇയേഴ്സ് പഴക്കമുള്ള ആർട്ട് വർക്കാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയറിൻ്റെ ആ ഒരു ഇതാണ് ഈ ഒരു റൂമിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ അവിടെ കാണുന്ന ഇത് വെയിലിനനുസരിച്ച് മാറുന്ന മെറ്റീരിയലാണത്. അതുപോലെ ഇവിടെ ഒരു മിററുണ്ട്, ലക്ഷറി മിററാണ്. ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാം. അതുപോലെ ഇവിടെ എല്ലാം ഗോൾഡ് പ്ലേറ്റഡ്സ്. അതുപോലെ ഇവിടെ എല്ലാം ഗോൾഡിലുള്ള മെറ്റീരിയലാണ് കേട്ടോ, ഈ കാണുന്നതായാലും എല്ലാം. അപ്പോൾ മുകളിലോട്ട് കയറുക. ഇവിടെ നിന്ന് എല്ലാം വ്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു ഐലൻഡിൻ്റെ. ഓ മൈ ഗോഡ്, നേരത്തെ കണ്ടതുപോലത്തെ അതേ സ്ഥലം തന്നെ, ബട്ട് ഇത് പ്രീമിയം സ്യൂട്ടാ. സോഫ സെറ്റ് കണ്ടില്ലേ. ബുക്സ്, ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്ന യൂണിറ്റ് നോക്കിയേ. അതുപോലെ ഇവിടെ TV യൂണിറ്റ്, സോഫയും കാര്യങ്ങളും. അവിടെ ഒരു മിറർ, സ്ഥലം കൊള്ളാം, നൈസ്. കണ്ടിട്ട് കണ്ണൊക്കെ അടിച്ചു പോണു. അമ്മാതിരി പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം അല്ല, അമ്മാതിരി ലക്ഷറി സാധനങ്ങൾ എല്ലാം. ബെഡ്റൂം എത്തി. ഇത് ക്യൂനിൻ്റെ റൂമാണ് കേട്ടോ, ക്യൂനിൻ്റെ സ്ഥലമാണ്. അതാണ് ഈ ഒരു വൈബിലുള്ള. ബെഡുണ്ട് ഇവിടെ. ഇത് ബെഡാണ്. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. ഇത് വാഷ്റൂമാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇവിടുത്തെ വ്യൂ ഉണ്ട്, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതെന്താ സംഭവം? ഓ, ഇത് വാർഡ്രോബ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഡ്രസ്സ് ഒതുക്കി വയ്ക്കുന്ന ഏരിയാസാണ്. Hello? Yeah. Hello? Yeah, hi. And in this room, this is Queen's bedroom. Queen's bedroom, okay. And mirror is on the top. Oh, it's mirror, okay. Then here on the wall you see this is a lady bird. It's golden thread. Oh. With a golden thread. Oh, okay. These are some special points of these Okay. rooms. Okay.
In this bedroom, this is the shower room. Shower room, okay. These tiles are 24 karat pure gold. Oh, okay. The other, you see, everything gold is also gold, but gold plated. Leaf gold, leaf plated. When you stay here, we are provide this Hermes brand, the most expensive shampoo. Okay. Soap you can bring to your home. Oh, okay, okay. Yeah, you pay $54,000 US dollar. Okay, okay. You have your bubble bed here. Okay, okay. Have a look, sir. Okay. Thank you. ഇത് ഇതാ ഷവർ റൂം. ഇവിടെ യൂസ് ചെയ്തേക്കണ എല്ലാം പ്യുവർ ഗോൾഡാണ്, 24 കാരറ്റ് പ്യുവർ ഗോൾഡ്. കണ്ടില്ലേ എല്ലാം. ഓ മൈ ഗോഡ്. 54,000 US ഡോളർ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റൂം കിട്ടുക നമുക്ക്. അതിൽ തന്നെ ഇവർ ഈ ബ്രാൻഡിൻ്റെ, ഇത് ഏത് ബ്രാൻഡെന്നൊന്നും എനിക്കറിയത്തില്ല, ലക്ഷറി ബ്രാൻഡാണ്. ഇതിൻ്റെ ഷാമ്പൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് നമുക്ക് ടേക്ക് ഹോമൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരിതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഇത്. എന്താ ഇപ്പം വൈഫ്സിനൊക്കെ കൊടുക്കുന്ന റൂമാണ്. അപ്പം അതുപോലെ തന്നെ വേറെയും റൂമും ഉണ്ട്. കണ്ടില്ലേ ഡ്രസ്സിങ് റൂം. എല്ലാവരും രാജകീയ ഫീലാണ് കേട്ടോ. ഓ ഇത് കണ്ട ബാത്ത് ടബ് പതച്ചിട്ടിരിക്കുക. ബാത്ത് ടബ് എന്നൊക്കെ വെച്ചാൽ അമ്മാതിരി ബാത്ത് ടബാണ്. അതുപോലെ ഇവിടെ കിടന്നുറങ്ങാം ബെഡിൽ. അതിന് പുറമെ മുകളിൽ കണ്ണാടിയുണ്ട്. അതാണ് ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇപ്പം കണ്ടത് ക്യൂൻസ് ബെഡ്റൂം എന്നാണ് പറഞ്ഞത്. ഇനി അപ്പുറത്ത് കിങ്സ് ബെഡ്റൂം ഉണ്ട്. ഇനി അങ്ങോട്ട് പോവാം. അതുപോലെ ഇവിടെ നല്ല ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നേരത്തെ കണ്ട പോലെ ഒരു പുലിയുടെ ഒരു ഇതുള്ളൊരു സംഭവം ഉണ്ട്. ദിസ് ഈസ് കിങ്സ് ബെഡ്റൂം. ഇത് കിങ്സ് ബെഡ്റൂമാണ്. ഓക്കെ. ഓ ബെഡ് തിരിച്ചിടാം കേട്ടോ. മിറർ എവിടെയാണെന്നാ പുള്ളിക്കാരി ചോദിക്കണത്. മിറർ പിറകിലുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ വലിയൊരു മിററുണ്ട്. അവിടെ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ അത് തിരിയുന്നുണ്ട്, ടേൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ മിറർ വന്നു കണ്ടോ. ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അല്ല വലിയ ബെഡാട്ടോ, ഫുള്ളോടെ തിരിയണമുണ്ട്. ഓ ഓക്കെ. കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ടി വി ആണ് വേണമെന്ന് വെച്ചാൽ. അവിടെ ഒരു ടി വി ഉണ്ട്. അത് ഈസ് ഇറ്റ് ഫോൾഡബിൾ? അത് ഫോൾഡബിൾ ആണ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിലോട്ട് തിരിച്ചു വയ്ക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ. അതാണ് ഇതിൻ്റെ മറ്റൊരിത്. അതുപോലെ ഇവിടെ ഒരു മിററുണ്ട്. ഇതും കുറച്ചുകൂടെ പ്രീമിയം മിററാ നേരത്തെ കണ്ടതിനെക്കാട്ടിലും. അതുപോലെ ഇവിടെ ഒരു സോഫ സെറ്റ് കിടപ്പുണ്ട്. കുറച്ച് ക്യാൻഡിൽസും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇവിടെ വീണ്ടും ഒരു മിറർ ഇരിപ്പുണ്ട്. സംഭവം ഫുള്ള് ഭയങ്കര പ്രീമിയം കേട്ടോ. ഇവിടെ വാഷ്റൂം. നേരത്തെ കണ്ടുപോലെ ആ പ്രീമിയം ബ്രാൻഡിൻ്റെ ഇതുണ്ട്. ഇതെല്ലാം 24 കാരറ്റ് പ്യുവർ ഗോൾഡാണ്. ബാത്റൂമിൽ ഫുട്ബോൾ കളിക്കാം അമ്മാതിരി സ്ഥലമുണ്ട്. റൂബ് ഇതെല്ലാം ഗോൾഡാണ്. ഈ സാധനങ്ങളെല്ലാം. ബാത്ത് ടബ്. ഈ ഇരിക്കുന്നതും എല്ലാം ഗോൾഡാണ്. ഇത് ഷവർ ഏരിയ. നേരത്തെ ആ ക്യൂൻ ബെഡ്റൂമിൽ കണ്ട പോലെ അതുപോലെ ക്ലോസറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലേ. എല്ലാം പ്രീമിയമാണ് ഇവിടെ നിന്ന് കാണാനും. താഴെയാണ് ഡൈനിങ് റൂമും ഏരിയാസും. അപ്പോൾ ഇനി താഴോട്ട് പോവാം. താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഡൈനിങ് റൂമിലോട്ടാണ് പോകുന്നത് ഈ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റിൽ.
ഇത് ഡൈനിങ് സ്പേസ് ആണ്. അതുപോലെ ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, അലമാര പോലെ എന്തൊക്കെയാണ്. ഇവിടെ നോക്കിയാൽ ഒരു ഓഫീസ് സ്പേസ് പോലെ എന്തോ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം നിൽക്കുന്നത് ഈ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. ഇതാണ് ആ ഡൈനിങ് സ്പേസ്. ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറി ഏരിയ ആണിത്. ഇത് കുറച്ച് നല്ല അടിപൊളി ഏരിയ കേട്ടോ. എല്ലായിടത്തും ആ ഒരു തീം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. $54,000 കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പാർട്ട്. ഇതിന് ശേഷം നമ്മൾ ഈ വഴി എക്സിറ്റ് ചെയ്ത് എലിവേറ്ററിലോട്ട് പോകാം. ടോട്ടലി വർത്താണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത്. ടോട്ടലി വർത്താണ്. നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങ് ടോട്ടലി മാറും. സ്ഥലമെന്ന് വെച്ചാൽ വെറും പ്രീമിയം എന്ന് വെച്ചാൽ അങ്ങേയറ്റം പ്രീമിയത്തില്ല. ചുമ്മയാണ് സൗണ്ട് സ്റ്റാർ ഹോട്ടലെന്ന് പറയാ. അതുപോലെ തന്നെ ഈ സ്ഥലവും ഇവിടെ എല്ലായിടത്തുള്ള വ്യൂ കണ്ടില്ലേ, ഇതെല്ലാം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തതാ ഈ സ്ഥലത്തുള്ളവർ. അതാണ് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ഐലൻഡായത്. നമ്മളവിടെയൊക്കെ കുറേ ഹിൽ സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും വലിയ രീതിയിൽ ടൂറിസം ഉണ്ട്, ബട്ട് സ്റ്റിൽ ഈ രീതിയിലൊന്നും മാറ്റുന്നില്ല. ഇവിടെ വല്ല ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ വേറെ ലെവലാക്കി എടുത്തതല്ല. ഇവർ ഇനി അതും ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പോണെന്നാണ് അറിഞ്ഞത്. ഓ മൈ ഗോഡ്, ഇവരുണ്ടാക്കും. ഈ ഗതികളൊക്കെ ഈ സ്ഥലക്കാരുണ്ടാക്കി എടുക്കും. ഇനി ഇവിടെ നിന്ന് പതിയെ ചലിക്കാം. ഇതെല്ലാം ഗോൾഡാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയ എക്സിറ്റ് എന്നാണ് ഇവർ പറയണത്. ഇത് റെസ്റ്റ് റൂമാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ലിഫ്റ്റിൻ്റെ സൈസ് കണ്ടില്ലേ, വലിയ ലിഫ്റ്റാണ്. ലിഫ്റ്റിലേറി ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ലിഫ്റ്റിലേറി വെറും സീനാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സീനെന്ന് പറഞ്ഞാൽ വെറും സീന്, അടിപൊളി. ഫസ്റ്റ് ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു ഇത്ര ഒരു പൈസ കൊടുത്ത് കയറിയതിന്. ഞാൻ വെച്ച് ജസ്റ്റ് ആ വഴി കൂടെയൊക്കെ കൊണ്ടുപോകുന്നു, ബട്ട് പൊളി തന്നെ. എല്ലാം കറക്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി. അതായത് നമ്മൾ $54,000 കൊടുത്ത് നിൽക്കുന്ന റൂം വരെ കൊണ്ടുപോയി കാണിച്ച് കറക്റ്റ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുക, ഫോട്ടോ ചെയ്യുക, അതൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റി. എക്സ്പീരിയൻസ് കണ്ടിന്യൂ ദിസ് വേ. തീർന്നില്ലേ? ഒരു കൂട്ടി ഡ്രസ്സസൊക്കെ വെച്ചിട്ടുണ്ട്. നോ ഐഡിയ. അത് വാങ്ങാനാണോ അതോ വിൽക്കാനാണോ? ഇത് വിൽക്കാനാണെന്ന് തോന്നാട്ടോ. വിൽക്കാൻ വെച്ചേക്കണമെന്നാണ് തോന്നണേ. പുള്ളിക്കാരൻ്റെ ബുക്കൊക്കെയാണ് തോന്നുന്നു, പുള്ളിയുടെ സ്റ്റോറിയും കാര്യങ്ങളും. അതുപോലെ പെർഫ്യൂംസും ഫോട്ടോസും കാര്യങ്ങളും. ഇവിടെ മുകളിൽ നിന്ന് 2-3 ഫോട്ടോസ് എടുത്തായിരുന്നു. അത് ഇവിടെ കാർഡ് കൊടുത്താൽ കിട്ടും, അതാണ് സംഭവം. ഇവിടെയും കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഫോട്ടോഷൂട്ട് എടുത്ത എൻ്റെ സാധനം അവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഞാൻ ഫോണിലെടുത്ത ഫോട്ടോൻ്റെ അത്ര പോലും പോരാ അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് എടുത്തില്ല. ഇവിടെ എല്ലാം ബുർജ് അൽ അറബിൻ്റെ ബ്രാൻഡിങ് ഉള്ള കുറേ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ സുവനിയേഴ്സും ഉണ്ട്. ഇതെല്ലാം മുടിഞ്ഞ പോലെ കേട്ടോ, ഇവിടെ നിന്നൊന്നും വാങ്ങല്ലേ. ഞാൻ ദുബായ് മാളിൽ നിന്ന് കഴിഞ്ഞ ദിവസം 25 ദിർഹത്തിന് ഒന്ന് വാങ്ങിച്ചായിരുന്നു. ഇത്ര രസമില്ല, ബട്ട് എന്നാലും കൊള്ളാം,
അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. താഴോട്ട് ഇറങ്ങുമ്പോൾ ഉമാ ലോഞ്ചിലോട്ടാണ് ചെന്ന് എത്തണത്. അപ്പോൾ ടൂറിൻ്റെ അവസാന ഭാഗം ഇതാണ്. തീർന്നു. പിന്നെ പുറത്ത് പോകണം, അവിടെ നിന്ന് ബഗ്ഗി എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് ഉമാ ലോഞ്ചിൻ്റെ ഔട്ട്ഡോർ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ബഗ്ഗി സ്റ്റോപ്പുണ്ട്, അങ്ങോട്ടത്തേക്ക് നടന്നു പോയാൽ ഇനി ബഗ്ഗിയിൽ അവർ കയറ്റി ഫസ്റ്റ് കയറി ആ ഒരു ഏരിയയിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. എന്താ അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ തിരിച്ച് ബഗ്ഗിയിലോട്ട് കയറുകയാണ്. ബഗ്ഗി വന്നു, ബഗ്ഗിയിൽ കയറി. ബഗ്ഗി നീങ്ങി തുടങ്ങി ഗൈസ്. വ്യൂ എല്ലാം കണ്ടുകൊണ്ട് പോവാം. നല്ല ചൂടാട്ടോ, അതായിരിക്കാൻ വയ്യ. അപ്പോൾ ബുർജുൽ അറബെല്ലാം കണ്ടവിടെ നിന്ന് ഇറങ്ങി എക്സിറ്റ് ചെയ്തു. ബാഗ് എടുത്ത് ഇറങ്ങി. വെറും പൊളി കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ വന്ന് കാണുക, അത്രയ്ക്ക് വെർത്തുണ്ട്. വെറും പൊളി എന്ന് വെച്ചാൽ വെറും പൊളി. അത്രയ്ക്ക് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാം അവിടെ ഉണ്ട്. പൊളി. ഇവിടെ കിടക്കണ വണ്ടികൾ നോക്കിയേ. ബെല്ലിൻ്റെ ഒരു വണ്ടി, റോൾസ് റോയ്സ്, ജീപ്പ് ഇവിടെ ഉണ്ട്. റോൾസ് റോയ്സ്, മാൻസറി, എന്താ അടിപൊളിയല്ലേ. ഇവിടെ കിടക്കണ മൊത്തം നല്ല അടിപൊളി വണ്ടിയാട്ടോ. അതുകൊണ്ട് ഒരു റോൾസ് റോയ്സ്. ഇവിടെ ഒരു റോൾസ് റോയ്സ് കിടപ്പുണ്ട്. ലംബോർഗിനി, മൻസറി, ബെൻലി, വേണ്ടൊരു വണ്ടി. എല്ലാം നല്ല ലക്ഷറി വണ്ടിയാട്ടോ. ഓ മൈ ഗാഡ്. ഇഷ്ടപ്പെട്ടു. സീന് വണ്ടി. ഇത് 2 ബുക്ക് ചെയ്യണം. ബുർജുൽ അറബിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ടാക്സി കയറി ഇവിടെ വന്നു. ഇത് എവിടെയാണെന്ന് വെച്ചാൽ പാം ജുമേറ ഉണ്ടല്ലോ, പാം ജുമേറയുടെ ആ ഒരു തുടക്കത്തിൻ്റെ അവിടെ ആയിട്ട് ഒരു ഒബ്സർവേറ്ററി ഡെക്കുണ്ട്. ഇതാണ് ആ ബിൽഡിംഗ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒബ്സർവേറ്ററി ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പാം ജുമേറ, ഇത് പാം ജുമേറയുടെ ആ ഒരു ഏരിയ. അപ്പോൾ ഈ റെസിഡൻസി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇത് മാൻമെയ്ഡ് സ്ഥലമാണ്. മാൻമെയ്ഡ് ഐലൻഡായിട്ടുണ്ട്. ഐലൻഡല്ല കറക്റ്റ്, ബട്ട് മാൻമെയ്ഡായിട്ട് കടൽ നികത്തി ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ്, ഒരു റെസിഡൻസിയാണ്. അപ്പോൾ ഈ സ്ഥലമാണ് കറക്റ്റ് കാണാൻ പോകണം. അതിൻ്റെ മുകളിൽ കൂടെ ഒരു റെയിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോണോ റെയിലിൻ്റെ ഇതായിരിക്കാം, പാളമായിരിക്കാം അത്. അപ്പോൾ പാം ജുമേറയുടെ വ്യൂ അറ്റ് ദ പാമിലാണ് പോകുന്നത്. ഇതൊരു മാളാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ദ വ്യൂ അറ്റ് ദ പാം, മേലോട്ടാണെന്ന്. ഒരു മാളാണ് കേട്ടോ. ദ വ്യൂവിലോട്ട് പോകാൻ ഒരു എസ്കലേറ്റർ കയറി
ഇനിയിപ്പോൾ അടുത്ത എസ്കലേറ്റർ കയറണം. എസ്കലേറ്റർ ടു ദ വ്യൂ ലോബി. എസ്കലേറ്റർ മുകളിൽ കയറി. അപ്പോൾ ഇതിലേ കൂടെയാണ് മോണോ റെയിൽ പോണത്. മോണോ റെയിൽ പോണ വഴിയായത്. എനിക്കൊന്ന് മോണോ റെയിലിൽ കയറാനുള്ള സ്റ്റേഷനും കാണും ഈ മാളിൻ്റെ അകത്തെ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല നൈസ് വ്യൂ കേട്ടോ. നല്ല നൈസ് വ്യൂ. ദ വ്യൂ വലത്തോട്ടാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് വ്യൂ. ഇതാണ് സ്ഥലം. ദ വ്യൂ പാം ജുമൈറ. കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ ഇവിടെ ലോക്കറിൽ വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം ഇവിടെയും ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. ചെറിയ അക്വേറിയം ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഓരോ അക്വേറിയം ഉണ്ട്. ഇത് പിന്നെ ഫ്രീ അക്വേറിയം. ഫ്രീ ആയിട്ട് തന്നെ കാണാം. ഇതൊന്നും കടലിലല്ലേ ഇവർ നിരത്തി ഈ സ്ഥലമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കടലിലെ ജീവികളെ എന്താണ് നശിപ്പിച്ചു എന്ന് പേര് വരാതിരിക്കാൻ വേണ്ടി ഇവർ കുറേ കടലിലെ ജീവികളെ ഇവിടെ വളർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഷെയ്ഖിൻ്റെ ഒരു വേർഡിങ് ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വി ഡു നോട്ട് വെയിറ്റ് ഫോർ ദ തിങ്സ് ടു ഹാപ്പൻ റാദർ ദാൻ വി മേക്ക് ദം ഹാപ്പൻ. ഇതല്ലേ നിങ്ങൾ നേരെ കണ്ടുവിടുന്നു. നേരെ കാണിച്ചു തരാം. We do not wait for the things to happen, rather we make them happen. ടിക്കറ്റ് എൻട്രിയിൽ കൊടുത്ത് കയറി. ഇവിടെ പാം ജുമൈറയെ കുറിച്ചൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് സെഷനും നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുകയാണ്. കയറുന്ന ടൈമിൽ ഇവിടെ ഒരു അക്വേറിയം അല്ല, ഡിസ്പ്ലേയിലുള്ളൊരു അക്വേറിയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഏത് കടല് നികത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്താപത്തിൽ ഇവർ ചെയ്ത സംഭവമാണെന്ന് തോന്നുന്നു. അത് ആർട്ടിഫിഷ്യലാണ്. പക്ഷെ ഇവരല്ലാതെ കുറേ സ്പീഷീസിനെയൊക്കെ വളർത്തുകയും കടലിൽ തിരിച്ചിറക്കി വിടുകയൊക്കെ ചെയ്യണമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. മറ്റിടത്ത് പോയപ്പോൾ നേരത്തെ കണ്ടില്ല. അവിടെ കൊള്ളാം. 2 ഫോട്ടോ എടുത്തേക്കാ. ഇത് കഴിയണടുത്ത് ഒരു ഓട്ടോമാറ്റിക് ഡോറുണ്ട്. സാധാരണ ഓട്ടോമാറ്റിക് ഡോർ ഇങ്ങനെ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യണല്ലേ, ഇത് 2 സൈഡിലോട്ട് മാറണത്. കൊള്ളല്ലേ, നല്ല രസമുണ്ട്. ഫസ്റ്റ് ട്രാക്ക് എൻട്രി VIP ഇത് നമ്മളെ പോലെയുള്ള ജനറൽ അഡ്മിഷൻ. ഇവിടെ പാം ജുമൈറയുടെ ഒരു ചരിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് വാട്ടർ പ്രോഗ്രസ്, ലാൻഡ് റീക്ലൈമേഷൻ പ്രോസസ്. അതങ്ങനെ വെള്ളം മാറ്റണതാണോ? വെള്ളം അടിച്ച് കളയണതാണെന്ന് തോന്നുന്നു. കല്ലിട്ട് 2 അറ്റത്തു നിന്നും ഇങ്ങനെ മാറ്റും, നടുക്കുള്ള വെള്ളം മാറ്റും, എന്നിട്ട് അവിടെ പണി ചെയ്യും. അങ്ങനെ എന്തോ ആയിരുന്നു. എൻ്റെ ഷേപ്പിംഗ് പ്രോഗ്രസ് ക്യാപ്ചേർഡ് ബൈ സാറ്റലൈറ്റ് 2002 നടന്ന കാര്യമാണ് കേട്ടോ. പാം ജുമൈറ ഷേപ്പിംഗ് പ്രോഗ്രസ് ക്യാപ്ചേർഡ് ബൈ സാറ്റലൈറ്റ്. ഇത് 2002. ഇത് ഇയർ പറഞ്ഞിട്ടില്ല. അവിടുത്തെ പണി നടക്കണം. ഈ ടണൽ കൺസ്ട്രക്ഷൻ പ്രോസസ്. പാം ജുമൈറ ഷേപ്പിംഗ് പ്രോഗ്രസ് ക്യാപ്ചേർഡ് ബൈ സാറ്റലൈറ്റ്. അത് 2003 ഞാൻ ജനിച്ച വർഷം. ഇത് തന്നെ മെയിൻ ബ്രിഡ്ജ് ലിങ്കിങ് ദുബായ് ലാൻഡ് ടു പാം ജുമൈറ. ഓക്കെ, ഓരോ ഹിസ്റ്ററീസൊക്കെയാണ് ഇവിടെ കാണിക്കണത്. അതുപോലെ ഇവിടെ എന്താ കാണിക്കണം? വേൾഡ് ഇവൻറ്റ്. അതിലൂടെ പാം ജുമൈറയുടെ ഒരു മെറ്റാലിക് സാധനം കാണിക്കുന്നുണ്ട്. ഇവിടെ പാം ജുമൈറയുടെ ഒരു മെറ്റാലിക് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇതിലോട്ട് കയറുകയാണ്. Welcome to Dubai, the home of Palm Jumeirah. In 2001, construction began. The first feature, the outer break wall. The break wall stretches 5.3 kilometers east to west and 5 kilometers north to south. The internal palm shape stretches 3.9 kilometers east to west and 4 kilometers north to south. The break wall runs 11 kilometers and protects the inner elements of the man-made island. Welcome to Interactive Flooring. Here on the floor we can see a short presentation about the Palm Jumeirah. First we will start with the breakwater. Inside water depth is 20 meters, while outside of the break wall, the water depth is 30 meters. Breakwater is 11 kilometers to protect the island from waves or any natural events. ആദ്യം ഇവിടെ റോക്ക് ഇട്ടു, അതിനുശേഷം അതിൽ കുറച്ച് മണ്ണും കാര്യങ്ങളും ഇട്ട് നിരത്തിയെടുത്തു. അതാണ് ഇവിടെ കാണിക്കണത്. 7 മില്യൺ റോക്ക് ഇട്ടു ഇതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി. 120 million tons of sand was brought from the ocean to build the 17 fronts സാൻഡ് in the ഇട്ടതാ, shape of a സാൻഡ് palm. ഇട്ട് നിരത്തിയെടുത്തു. Palm Jumeirah echoed less than 6 years. 6 വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തത്. Here you can see test roots, 300 meter bridge and 17 fronts. Next on this. 1,500 villas, 2,500 apartments, with over 78,000 people who live on the palm. Over 1 million tourists and residents visit the palm each year. The palm is home to 27 hotels, including the stunning Atlantis the Palm. This is the first hotel Atlantis Palm, opened in 2008. Next one, please. Tourist destinations such as the view at the palm. Next one, please. Nakheel Marinas. The key marinas have two sides, east and west. Next one, please. Night view. The palm is connected to Dubai with a 300-meter bridge. This bridge transports over 100,000 cars daily. That is over 1 billion രാത്രി വണ്ടി cars പോകുമ്പോൾ a year. കാണുന്ന വ്യൂ ആ. Next one, please. The palm monorail. മോണോ റെയിൽ. The Palm Monorail runs the length of the palm, featured with 5 stations connecting key destinations. Yes. This is the newest hotel in Palm Jumeirah, Royal Atlantis, opened in 2023. താമസിമേരിലുള്ള ഓരോ ഹോട്ടലും അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കണേ. The Palm opened in 2006 with a spectacular fireworks display. Very much everyone, please stay and our seat, please. 2006 ഉള്ളിൽ പണി തീർന്നു ഈ ഏരിയയിൽ. Please make your way into the cinema to learn about the idea. بيوتا وقلاع رمليه على الشاطئ، وانا كنت احاول ان ابني في البحر وكانوا يضحكون، والان كثيرا ما اصطحبهم الى مشروع النقرب المبالغ التي في البحر. دعونا نتحاور ونفكر في المستقبل ليكون لدينا جميعا رؤيه واضحه، فدعونا نخوض معا معركه التنميه وليكن لضحايانا الفقر والجهل والتفلت. In 1997, His Highness created an unforgettable masterpiece that would showcase the spirit of human possibility and transform the Emirate into a buzzing metropolis and a global tourist destination.
His Excellency Sultan Ahmed bin Slayem was mandated by His Highness to bring this great idea to life, where the island's original design was shaped like a sun. He told me how many kilometers we will get if we build this island. I told him 7 kilometers. He told me 170. I told him the whole beach of Dubai behind this is 60, 65 kilometers. How would you get 70? He said, why do we build it round? Why don't we pull it from the sides and create more beaches? The redesign included a 1.4-kilometer bridge connecting the Dubai mainland to the island. The shape then began to resemble a palm tree, a true Dubai icon. Nearly 100 million cubic meters of sand from the bottom of the sea and 7 million tons of rock from nearby mountains in the Northern Emirates were carefully positioned using GPS technology and satellite images from space to create one of the most recognizable icons of Dubai. Constructed in less than 6 years, from 2001 to 2006, the first of its kind man-made island is a monumental feat of engineering and modern technology. It is one of the few islands in the world that can be viewed from space with a naked eye. Today, we welcome you to experience a pioneering symbol of Dubai's transformation into one of the world's most exciting cities. Designed to inspire wonder, this unforgettable, iconic, and awe-inspiring journey brings the story of Palm Jumeirah to life for the first time. Thank you very much. എല്ലാം കാണുന്നതിൻ്റെ ഹിസ്റ്ററിയാണ് കേട്ടോ. ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തനെ അങ്ങനെ ഒരു എന്താണ് ദുബായിയുടെ കോസ്റ്റ് ലൈൻ സ്ട്രാറ്റജി കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടി 70 കിലോമീറ്ററും കൂടെ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഐഡിയ ഒക്കെ വന്നതും അതുപോലത്തെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത വർഷമൊക്കെയാണ് 1997. 2001 പാം ട്രീയുടെ ഷേപ്പിലാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് അനൗൺസ് ചെയ്തു. അതിനുശേഷം ഇവരൊരു സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്തു. ആ സാറ്റലൈറ്റ് മാപ്പ് ചെയ്യുന്നത് പ്രകാരമാണ് അവർ ആ സൈറ്റിൽ പണി ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് ആ ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി. എന്ന് വെച്ചാൽ താഴെ നിന്നുള്ള വ്യൂ അല്ലല്ലോ, മുകളിൽ നിന്ന് പെർഫെക്റ്റ്ലി കിട്ടുമല്ലോ. താഴെ നിന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് 11 കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ ബിഗിൻസ്. അങ്ങനെ എന്താണ് കോർ ചെയ്ത് പാറ എന്താണ് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ബ്രേക്ക് വാട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി, ട്രാൻസ്പോർട്ട് ചെയ്ത് തുടങ്ങി, അത് പൈലിങ് ചെയ്ത് കൊണ്ട് ഇട്ട് തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങനെ ഇട്ടു. അതിനുശേഷം ഇവരവിടെ എല്ലാം മണൽ അടിച്ചു തുടങ്ങി. ഇങ്ങനെ ഷിപ്പിൽ മണൽ കൊണ്ട് ടൺസ് ഓഫ് മണൽ അവിടെ അടിച്ചു തുടങ്ങി അതിൻ്റെ പാറയുടെ മുകളിൽ കൂടെ. അങ്ങനെ 2003 70 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ അവർ ആഡ് ചെയ്തു. ഇവർക്കാകെ 17 കിലോമീറ്റർ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ എന്തോണ് അവിടെ കാണിച്ചത്. അപ്പോൾ 70 എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവന്നത്. അവർ ആദ്യം ഒരു സ്റ്റാറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആ വീഡിയോ കുറച്ച് നേരത്തെ കണ്ട വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അത് സാധ്യമാക്കിയതിനെക്കുറിച്ചുള്ള സ്റ്റോറിയാണിത്. ഫ്രം ദ പ്ലാൻ കൺസ്ട്രക്ഷൻ എ പ്രോസസ് കാൾഡ് വൈബ്രോ ഡിപ്ലോയ്ഡ് ആൻഡ് ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ സാൻഡ്. ഈ നാച്ചുറൽ സാൻഡ് ഈ സാൻഡെല്ലാം അടിച്ച് നല്ല ടൈറ്റാക്കാൻ വേണ്ടി വൈബ്രോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്തു എന്നാണ് ഇവിടെ പറയണത്. അതുപോലെ തന്നെ 1.4 കിലോമീറ്റർ സബ്സീ ടണൽ കൺസ്ട്രക്ഷൻ കണക്ട് ചെയ്തു ജുമേറ ട്രങ്കിലും ഫ്രണ്ട്സിലും. അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ഇവർ പിന്നെ ഫസ്റ്റ് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ തുടങ്ങി. 4000 യൂണിറ്റ്സ് കോംപ്രമൈസിങ് 2500 ഷോർ ലൈൻ അപ്പാർട്ട്മെൻറ്റിന് 1500 ബീച്ച് ഫ്രണ്ട് വില്ലാസ്. ഓക്കെ, 1500 ബീച്ച് ഫ്രണ്ട് വില്ലാസും 2500 ഷോർ ലൈനും പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പകരം 4000 യൂണിറ്റ് കൊണ്ടുവന്നു. അങ്ങനെ എന്തോ ആണിത്. കറക്റ്റ് എനിക്കത് മനസ്സിലായില്ല. ഫസ്റ്റ് 4000 റെസിഡൻഷ്യൽ വന്നു തുടങ്ങി. അപ്പാർട്ട്മെൻറ്റ് വന്നു, ഗോൾഡൻ മൈൽസ്, ഫ്രണ്ട് വില്ലാസ്. അതുപോലെ ഇത് തന്നെയാണ്. അറ്റ്ലാന്റിസ് വന്നു 2008. അറ്റ്ലാന്റിസ് റിസോർട്ട്, അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്ക് വന്നു, പാം മോണോറെയിൽ വന്നു. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട മോണോറെയിൽ.
മോണോറെയിൽ ലോഞ്ച് ചെയ്തു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ 940 അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ കൂടി എന്താണ് മറീന റെസിഡൻസസ് ഓപ്പറേഷൻ 6 ബിൽഡിങ്സ്. സ്കൈ ഡൈവിങ് 2010 സ്കൈ ഡൈവ് ദുബായ് ഫീച്ചറിങ് ദ പാം ഡ്രോപ്പ് സോൺ ഓഫ് സ്പെക്ടാക്കുലർ ഫ്രം 3900 മീറ്റർ. 2011 ദ പാം ഓപ്പൺ ഓഫ് ദ വെസ്റ്റ് ക്രസൻസ്. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ. 2013 എന്ത് ചെയ്തെന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ആയിരുന്നു. ഫയർ വർക്ക് ഇവർ ചെയ്തു. അങ്ങനെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയതിനെ പറ്റി ഇവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ റോക്കാണ് അവിടെ നിരത്താൻ യൂസ് ചെയ്തത്. ഇതുപോലത്തെ ഒരു റോക്കിന് മാത്രം 6 ടണ്ണ് ഭാരം ഉണ്ടെന്നാണ് പറയണേ. ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തതേ. ഡ്രെഡ്ജിങ് ആൻഡ് ലാൻഡ് റിക്ലമേഷൻ. സാൻഡ് ഇട നോക്ക്. നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവര്. അതായത് മണ്ണിന്റെ അടിയിൽ നിന്ന് സാൻഡ് എടുത്താണ് അവര് എന്റെ മണ്ടിലിട്ടത്. സംഭവം കൊള്ളാം. ഇത് സാറ്റലൈറ്റ് വ്യൂ ആണ് കേട്ടോ. അവർ ചെയ്തപ്പോൾ ഓരോ വർഷം എടുത്തു നോക്കിയ സാറ്റലൈറ്റ് വ്യൂസാണ്. എന്നാലും സാറ്റലൈറ്റ് വിട്ടിട്ടൊക്കെ ആദ്യം അവർ ചെയ്ത സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്തതാണ്. ഒറിജിനൽ മാസ്റ്റർ പ്ലാൻ 2001 ഇറക്കിയ മാസ്റ്റർ പ്ലാനാണ്. അതുപോലെ തന്നെ ചെയ്തെടുത്തു അവർ. അവരുണ്ടാക്കിയ ബ്രിഡ്ജസും കാര്യങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരിക്കണേ. പിന്നെ ഇവിടെ ഒരു അക്വേറിയം പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അക്വേറിയം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഒന്നും പറയാനില്ല. അതിൻ്റെ ഫുള്ള് കണക്കുകളും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് ഇവിടെ. അടുത്തിന് മുകളിൽ പോകാനുള്ള എസ്കലേറ്ററാണ്. പാം വ്യൂലോട്ട് കയറുക. ഇതിനി അപ്പോൾ ലിഫ്റ്റിൽ കയറി 52ാമത്തെ നിലയിൽ കയറി. 52ാമത്തെ നിലയിൽ കയറി. 52ാമത്തെ നിലയിൽ കയറിയതും പാം വ്യൂ ഒബ്സർവേറ്ററിയിൽ എത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ പാം കാണാം. കറക്റ്റ് വ്യൂ ഇവിടെ അല്ല. നോക്കട്ടെ അത് കറക്റ്റ് വ്യൂ ഇവിടെ കിട്ടുമെന്ന്. ഇവിടെ ഇങ്ങനെ ഒരു വിഷം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ സൂം ചെയ്ത് നോക്കാനൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു മിഷൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ സൂം ചെയ്തൊക്കെ നോക്കാൻ പറ്റും. ബട്ട് ഞാൻ നോക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കറക്റ്റൊന്നും ഫോക്കസ് ആവണില്ല. അതിന് നല്ലത് എൻ്റെ കയ്യിലുള്ള 16 Pro Max വെച്ച് സൂം ചെയ്താൽ മതിയല്ലോ അല്ലേ? ഏത് ഇവിടെ താമസിക്കുന്നവർക്കൊന്നും പ്രൈവസി ആണല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന വീടിൻ്റെ അകത്ത് വേണമല്ലോ. എൻ്റെ കറക്റ്റ് വ്യൂ ഇവിടെ അല്ല. കറക്റ്റ് വ്യൂ കിട്ടാത്തോട്ടൊന്ന് പോവാം.
കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കിട്ടും, കിട്ടാതിരിക്കത്തില്ല. അതിനുവേണ്ടി ഇനി എക്സ്ട്രാ ദൃശ്യം വേണമെന്നല്ല പറയുമെന്തോ. കറക്റ്റ് വ്യൂ കിട്ടേണ്ടത് തിരക്കുമായിരിക്കാം മേ ബി. ഇവിടെ നല്ല വ്യൂ ഉണ്ട്, ബട്ട് ഒരു പ്രോപ്പർ വ്യൂ കിട്ടുന്നില്ല. പ്രോപ്പർ വ്യൂ ഉള്ളിടത്ത് ക്യാമറാമാൻമാരും ഉണ്ട്. അവിടെ ഒന്ന് ഫോൺ വെച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ഒരു ക്യാമറാമാനുണ്ട്, അതിൻ്റെ അർത്ഥം അവിടെ കുറച്ച് പ്രോപ്പർ വ്യൂ കിട്ടുമെന്നായിരിക്കാം. ആണ്, അതൊരു സെൻറ്റർ പോയിന്റ് ആണ്, കണ്ടില്ലേ? അവിടെ നിന്ന് കറക്റ്റ് എടുക്കണമെങ്കിൽ ക്യാമറയിലേ എടുക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഇവിടെ കിട്ടണുണ്ട്. അവിടെ നിന്നെടുക്കാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. വാവ്, എന്താ അടിപൊളിയല്ലേ പാം വ്യൂ. ഫസ്റ്റ് ഒരു വൈഡ് രീതിയിൽ നോക്കാം. വലിയ വലിയ വില്ലകളൊക്കെയാണ്. അങ്ങ് അറ്റത്ത് കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് അറ്റ്ലാന്റിസ് റിസോർട്ട്. അതുപോലെ ഈ നടുക്കൂടെ പോയിരിക്കുന്ന അതാണ് മോണോ റെയിൽ. ഇതാ പോണ കണ്ടില്ലേ, അത് മോണോ റെയിലാണ്. ഇവിടെ ഒരു കുറേ യാച്ചൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. മില്ലിനിയേഴ്സിൻ്റെ വല്ല യാച്ചുമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ നടുക്കത്തെ സാലറി ഒന്നും അവരെ ക്യാമറാമാൻമാരെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ക്യാമറാമാൻ മാറിയ നേരെ നോക്കി ഞാൻ എൻ്റെ പിക്ചർ ഷൂട്ട് ചെയ്തു. നമ്മളെടുത്താ കളി. ഇവിടെ എന്താ വ്യൂ അല്ലേ, വിശ്വസിക്കാൻ പറ്റുമോ? ഇതെല്ലാം മാൻമെയ്ഡ് സാധനങ്ങള്, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത സംഭവങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പിറകിലുള്ള വിഷനൊക്കെ അല്ലേ, ഹാർഡ് വർക്കും അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജിയൊക്കെ. ആ സമയത്തൊക്കെ സാറ്റലൈറ്റ് യൂസ് ചെയ്താണ് അവർ കറക്റ്റ് മാപ്പ് ചെയ്ത് പെർഫെക്റ്റ്ലി പോകണമെന്ന് നോക്കിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ നല്ല ഫണ്ട് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫണ്ട് എടുക്കുന്നുമുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ സ്ഥലം. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്. നേരത്തെ പോയ ബുർജ് അൽ അറബ് ഇവരെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കില്ല. അത് അടിപൊളിയല്ലേ? ഇവിടെ ഈ വ്യൂ ഓഫ് ദ പാമിൽ നിന്ന് നമുക്കിവിടെ JBRൻ്റെ ഐലൻഡ് ഏരിയ കാണാം. ഒരു എന്താ ഒരു കറക്കുന്ന സംഭവമില്ലേ, അതെല്ലാം കാണാം. അതെല്ലാം ഒരു യൂറോപ്യൻ ടച്ചുള്ള സാധനമാണ്. സൺസെറ്റ് ആവാറായി. ബട്ട് സൺസെറ്റ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ മോണോ റെയിൽ കയറാൻ പോവാം. എന്താ കാണുന്ന മോണോ റെയിലാണ്, മോണോ റെയിലിൻ്റെ റെയിലാണ്. മോണോ റെയിൽ കയറാൻ പോവാം. അടുത്തിപ്പം താഴെ പോകാൻ പോവാം. ഇപ്പോൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന വ്യൂ ആയിരിക്കും ഇപ്പം കാണിക്കുന്നത്. നേരത്തെ താഴെ നിന്ന് മുകളിലോട്ട് ഇറങ്ങണമായിരുന്നു. അതാണ് നമുക്ക് JBR ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. 38ാമത്തെ നിലയായി പാം ഐലൻഡ്. എല്ലായിടത്തും ഓരോ എക്സ്പീരിയൻസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയാൽ അത് മാത്രമായിരിക്കത്തില്ല അവിടെ കാണുക. അതാണ് ഇവിടുത്തെ എല്ലാ ഏരിയകളുടെയും ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വ്യൂ ഓഫ് ദ പാം. നമ്മൾ വന്ന് കയറിയ സ്ഥലത്ത് വന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. നമ്മളെടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കൂടെ കാണിച്ചാൽ മതി. അതുപോലെ ആസ് യൂഷ്വൽ ഇവിടെയും കുറേ സോനിയേഴ്സും കാര്യങ്ങളും ഉണ്ട്.
മാളിൻ്റെ അകത്തുകൂടെ നക്കീൽ മാൾ സ്റ്റേഷനിലെത്തി മോണോ റെയിലിൻ്റെ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 15 ദിർഹം വെച്ചാണ്, അങ്ങനെ 30 ദിർഹമായി. അറ്റ്ലാന്റിസിൽ പോവുകയും വേണം റിട്ടേണും വേണം. 10 മണിക്കുള്ളിൽ തിരിച്ചു വരാം. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഇതാണിപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റ്. അപ്പോൾ ഇതിപ്പം ഇവിടെ സ്കാൻ ചെയ്താൽ മതി, ഇത് ഓപ്പൺ ആവും, അപ്പോഴേ നമുക്ക് പോവാം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ മോണോ റെയിൽ സ്റ്റേഷനിലെത്തി. ഇവിടെ എസ്കലേറ്റർ ഉണ്ട്, എസ്കലേറ്റർ വഴി മുകളിൽ കയറുക. ഇത് തന്നെ റിട്ടേണിന് യൂസ് ചെയ്യണം, അതുകൊണ്ട് ഒതുക്കി വയ്ക്കണം. ടേക്ക് ദ സീനിക് റൗട്ട്. മോണോ റെയിലിൻ്റെ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷൻ പോലെ വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാർ കുറവാണ്. അങ്ങനെ മോണോ റെയിലിൽ കയറി. മോണോ റെയിൽ ഈ ഒരു രീതിയിലാണ്, ഒരു ലോഞ്ചിലൊക്കെ സോഫ ഇട്ടിരിക്കുമ്പോഴത്തെ ഒരു ആർക്കിടെക്ചറെല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ. അതുപോലെ ഫ്രണ്ടിൽ ഡ്രൈവറൊന്നുമില്ല കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് എവിടെ പോയി നിൽക്കുകയല്ല, ഇരിക്കുകയൊക്കെ ചെയ്യാം. അറ്റ്ലാന്റിസിൽ വന്ന് ഇറങ്ങി. ഇവിടെ മറ്റേ ബലൂണിൽ കയറി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ എയർ ബലൂണ്. അതുപോലെ സ്റ്റാർബക്സിൻ്റെ ഒരു കടയുണ്ട്. ഇങ്ങോട്ടാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ, ആ ഒരു റിസോർട്ട്. ഇവിടെ എന്താണ് വേറെ ഉള്ളതെന്ന് അറിയത്തില്ല ഈ സമയത്ത്, കാണാൻ നോക്കട്ടെ. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ കയറി. ഇതിപ്പോൾ അറ്റ്ലാന്റിസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇതിൽ മെസ്സി ഇട്ട സൈനുണ്ട് ഇവിടെ, ദ ബൂട്ട് റൂം കളക്ഷൻ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ പെലെ ഇട്ട ഒപ്പ്, അതുപോലെ ടൈസൺ കുറി ഇട്ട ഒപ്പ്, അതുപോലെ തന്നെ ആൻ്റണി ജോഷുവ ഇട്ട സിഗ്നേച്ചറുണ്ട് ഇവിടെ. ഇതുപോലെ ഒരുപാട് സ്റ്റോറുകളാണ് മെയിൻലി ഇവിടെ. ഇതിൻ്റെ അകത്ത് ദ അവന്യൂ, വേവ് ഹൗസ്, റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, ദ ലോസ്റ്റ് ചാമ്പർ ഓഫ് അക്വേറിയം, അക്വ വെഞ്ചർ വാട്ടർ പാർക്ക്. ഇപ്പോൾ വാട്ടർ പാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഒരു അടിപൊളി അക്വേറിയം ഉണ്ട് കേട്ടോ, ദ ലോസ്റ്റ് ചേമ്പേഴ്സ് അക്വേറിയം. ഇവിടെ ഷാർക്ക് കുഞ്ഞുങ്ങളാണ്. അത് കയറുന്നില്ല, എൻട്രി ഫീ 14,000 രൂപയ്ക്ക് പുറത്താണ്. ഇത് കയറേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കാണുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഇതുപോലെ കാണുന്നു, പക്ഷേ ഇതിൻ്റെ ഡെപ്തും ഇതിൻ്റെ സൈസ് നല്ല വലുതാണ്, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവിടെ കുറേ ചെടി പോലെ അത് പലയിടത്തും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം. ഇവിടെ ഒരു ഓൾഡ് വൈബിൽ ചെയ്തിട്ടുള്ളൊരു ഷോപ്പ് കണ്ടു ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഒരു അക്വേറിയം വ്യൂ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഉള്ളത് ഇങ്ങനെ മീനും അതും ഇതിൻ്റെയൊക്കെ ഓരോ സാധനങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കണത്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു അക്വേറിയം വ്യൂ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ അതിൻ്റെ ഒരു പാർട്ടായിരിക്കാം അപ്പുറത്തുള്ള. ഇത് ഒറിജിനലാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് ഉണ്ട്, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഒറ്റ ഗ്ലാസ് തന്നെ. സാധനം കൊള്ളാം കേട്ടോ, അടിപൊളി അക്വേറിയം. അറ്റ്ലാന്റിസിൽ കണ്ടൊരു സാധനമാണ്. ഇത് ലഘു വെച്ച് എന്തോ ഉണ്ടാക്കിയിരിക്കണതാ, ബിൽഡിംഗ് ബ്ലോക്സ് യൂസ് ചെയ്ത്. അപ്പോൾ ഹായ്,
അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡേ 9 ഈസ് ഓവർ. അപ്പോൾ ഇനി ഡേ 10 ആണ് അടുത്ത വീഡിയോ. ഡേ 10ഓടെ പരിപാടിയെല്ലാം ക്ലോസാണ്. ദുബായ് ട്രിപ്പ് തീരും. അതിൽ റിട്ടേണിങ്ങും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ ബൈ.